ബേക്ക് ആൻഡ് ടേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ കേക്കൊക്കെ ഉണ്ടാക്കി പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കും അതുപോലെ തന്നെ കേക്ക് ഉണ്ടാക്കി സെയിൽ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കും വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. തുടക്കക്കാർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് കേട്ടോ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ കുറേ പേർക്ക് കേക്ക് ഉണ്ടാക്കാനൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ അത് ശരിയാവും എന്നുള്ള ഒരു പേടി കാരണം അവർ ചെയ്യാതിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കറിയുന്ന അറിവുകൾ ഞാൻ നിങ്ങൾക്കും കൂടി പകർന്നു തരാണ് കേട്ടോ. കാരണം എൻ്റെ അറിവ് എൻ്റെയിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ എല്ലാവരിലും എൻ്റെ കുഞ്ഞു അറിവുകളാണ് കേട്ടോ. കാരണം ഞാൻ ആരും എന്നെ പഠിപ്പിച്ചതല്ല, ഞാൻ സ്വന്തമായിട്ട് പഠിച്ചെടുത്തതാണ് കേട്ടോ ഇതൊക്കെ. നിങ്ങളെപ്പോലെ തന്നെ ഞാൻ ഇതുപോലെ യൂട്യൂബിലൊക്കെ നോക്കി ആദ്യമൊക്കെ നല്ല പാളിച്ച പറ്റിയിട്ടുണ്ട്. പിന്നെ ഇപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത എല്ലാ കേക്കുകളും ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഓരോ കേക്കിൻ്റെ വീഡിയോസ് ഇടുന്നതും നല്ല കറക്റ്റായിട്ടാണ് ഇടുന്നത് കേട്ടോ. കാരണം ഞാൻ ചെയ്ത് കൊടുക്കുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ കേക്കിൻ്റെ വീഡിയോസ് ഇടുന്നതും. പിന്നെ കുറേ പേരുടെ ചോദ്യം എന്ന് വെച്ചാൽ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ ഒട്ടിപ്പിടിക്കുന്നു, അത് സ്റ്റിക്കി ആയി പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ആ ഒരു മുട്ടയുടെ അളവും എണ്ണയുടെ അളവൊക്കെ കൂടിപ്പോയാലും കേക്ക് ഒട്ടിപ്പിടിക്കാറുണ്ട്. പിന്നെ നമ്മൾ കേക്ക് നല്ലപോലെ തണുത്ത ശേഷം മാത്രമേ നമ്മൾ കേക്ക് കട്ട് ചെയ്യാനും പാടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടൊക്കെ കേക്ക് ഉണ്ടാക്കി ഒരാൾക്ക് വിൽക്കാൻ തീരുമാനിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. ആ കേക്ക് നല്ല ടേസ്റ്റിൽ തന്നെ ചെയ്തു കൊടുക്കാൻ നമ്മൾ നോക്കണം. കാരണം നമ്മൾ ഒരു കേക്കിൽ നമ്മൾ ഇത് ഷുഗർ സിറപ്പ് ചെയ്യുമല്ലോ, അതിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ അതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടെ ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ ആ ഒരു ഷുഗർ സിറപ്പ് തയ്യാറാക്കിയെടുക്കാൻ. അതുകൊണ്ട് നമ്മൾ ആ കേക്കൊന്ന് നനച്ചെടുക്കുകയാണെങ്കിൽ നല്ലതായിട്ട് നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ ആ ഒരു കേക്കിൽ കുറച്ച് ഇത് മിൽക്ക് മെയ്ഡൊക്കെ നമ്മൾ ചേർത്ത് നമ്മൾ കേക്കിൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു കേക്ക് പിന്നീട് കഴിക്കാൻ അവർക്ക് ഭയങ്കര ഇഷ്ടം തോന്നാൻ പിന്നെയും നമ്മളതിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കും കേട്ടോ. അപ്പോൾ പലരും പറയുന്നുണ്ട് കേക്ക് ചെയ്യാനൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ പേടി കാരണം അത് ചെയ്താൽ ശരിയാവോ എന്നൊക്കെയുള്ള പേടി കാരണം ചെയ്യാതെ ചുമ്മാ ഇരിക്കുന്നവരുണ്ട് കേട്ടോ. അങ്ങനെ ഒരിക്കലും ചെയ്യണ്ട കേട്ടോ. കാരണം ഞാനും കേക്ക് ഉണ്ടാക്കി ആദ്യമൊക്കെ തുടങ്ങിയപ്പോൾ എനിക്ക് കുറേ തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ അതിനെല്ലാം അതെല്ലാം മാറ്റി വീണ്ടും ചെയ്താണ് കേട്ടോ ഈ ഒരു ഇതിലെങ്കിലും എത്തിയത്. അപ്പോൾ എനിക്കറിയുന്ന അറിവുകൾ ഞാൻ മറ്റുള്ളവർക്കും കൂടി പറഞ്ഞു കൊടുക്കുമ്പോൾ അത് എല്ലാവർക്കും ഉപകാരപ്പെടുമല്ലോ. നമ്മൾ മാത്രം ഇത് അറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എല്ലാവരും ചെയ്യണമല്ലോ. എല്ലാവർക്കും നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കാര്യങ്ങൾക്കായാലും മക്കളെ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതൊരു സന്തോഷമാണ് കേട്ടോ. പിന്നെ അത് കൂടുതൽ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലത്തെ കേക്കുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കേക്കിന് ഇത് ക്രം കോട്ട് ചെയ്ത് വെക്കാറുണ്ട് ഫ്രിഡ്ജിൽ. അത് 1 മണിക്കൂറെങ്കിലും കേക്ക് ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കണം. പിന്നെ നമ്മൾ ആ ക്രം കോട്ട് ചെയ്യുമ്പോൾ ആ കേക്ക് എല്ലാം മൂടി വേണം നമ്മൾ അതിൽ ക്രീം തേച്ച് കൊടുക്കുക. നമ്മൾ ആ ഒരു കേക്ക് പുറത്ത് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കേക്ക് നമ്മൾ ഫൈനൽ ചെയ്യുമ്പോൾ അതിൻ്റെ ആ കേക്കിൻ്റെ പൊടിയൊക്കെ നമ്മൾ ആ ഒരു വിപ്പിംഗ് ക്രീമിലൊക്കെ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഭംഗി തന്നെ നഷ്ടപ്പെടും. അപ്പോൾ നല്ലതുപോലെ അതിൻ്റെ കേക്കൊക്കെ കാണാത്ത വിധം വേണം നമ്മൾ ക്രം കോട്ട് ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിൽ കേക്ക് സൂക്ഷിക്കാൻ. അപ്പോൾ കേക്ക് 1 മണിക്കൂറെങ്കിലും തണുത്ത ശേഷം മാത്രമേ നമ്മൾ ആ ഒരു കേക്ക് നമ്മൾ ക്രീം തേക്കാവൂ കേട്ടോ. അല്ലാതെ പെട്ടെന്ന് ചെയ്യുന്നവരുണ്ട്, പക്ഷേ അത് നല്ലതായിട്ട് ചെയ്യുന്ന പ്രാക്ടീസ് ഉള്ളവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാം കേട്ടോ. പെട്ടെന്ന് ഇതാവും. പിന്നെ നിങ്ങളൊക്കെ ആദ്യമായിട്ട് തുടക്കക്കാർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ പറയുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലതായിട്ട് വേണം നമ്മൾ ക്രം കോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ആ ഒരു കേക്കിൻ്റെ പുറംഭാഗം ഒന്ന് ഒരുക്കി കാണില്ല. നമ്മൾ രണ്ടാമത് ഐസിങ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും കേട്ടോ. പിന്നെ വീട്ടിലൊക്കെ വെറുതെ ഇരിക്കാതെ നമ്മൾ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക കേട്ടോ. നമുക്ക് ചുമ്മാ ഇരുന്ന് സമയം കളയാതെ നമ്മൾ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു കേക്കുകളൊക്കെ ചെയ്ത് ഞാൻ പല വീഡിയോസിൽ ഇട്ടിട്ടുണ്ട്. നമ്മൾ വീട്ടിലൊക്കെ തയ്യാറാക്കുകയാണെങ്കിൽ ഒരു മിക്സി മാത്രം മതി കേട്ടോ നമുക്കൊരു കേക്കൊക്കെ തയ്യാറാക്കിയെടുക്കാൻ. നമ്മളെ മക്കൾക്ക് നമ്മളെ കൈകൊണ്ട് തന്നെ ഒരു ബർത്ത്ഡേ കേക്കൊക്കെ ചെയ്ത് കൊടുക്കാൻ ആഗ്രഹമുള്ള അമ്മമാരായിരിക്കും ഏറെ കുറേ പേര്. അപ്പോൾ നമുക്കൊരു മിക്സി ഉണ്ടെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കേക്കൊക്കെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഇതുപോലത്തെ എൻഗേജ്മെൻറ്റ് വെഡ്ഡിങ് കേക്കൊക്കെ ഞാൻ തയ്യാറാക്കുമ്പോൾ ഞാൻ വീഡിയോസ് ഇടാം കേട്ടോ. കാരണം തിരക്ക് കാരണമാണ് നമുക്ക് വീഡിയോസ് ഇടാൻ പറ്റാത്തത്. അപ്പോൾ ഈ ക്രിസ്മസ് ഒക്കെ ആകുമ്പോൾ നല്ല തിരക്കായിരിക്കും, നമുക്ക് കേക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനുള്ള തിരക്കുകളായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറേ കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കാനൊക്കെ ഉണ്ട് അടുത്ത വീഡിയോയിൽ ഇടാം കേട്ടോ.